സ്വതന്ത്ര ഭാരത ഭൂവിലതിനെ നാം കുതന്ത്ര ഭാരതക്കാരുടെ കെണിയിൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ? അവരുടെ കുടിലത പടയിതു കടലിതിനടിയിലായി പെടുത്തിടും നിജമേ. സ്വതന്ത്ര ഭാരത ഭൂവിലതിനെ നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ? അവരുടെ കുടിലത പടയിതു കടലിതിനടിയിലായി പെടുത്തിടും നിജമേ. അതെ, ഇപ്പോൾ മോഡിയുടെയും അമിത്ഷായുടെയും കാലഘട്ടം. അള്ളാഹു അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അടുത്ത വചനം അള്ളാഹു അതാ പറഞ്ഞത്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവന്റെ അധികാരത്തെ അള്ളാഹ് തന്നെ ഊരിക്കളയും. നമ്മളെ ബേജാറാണത്. പടച്ചോൻ ഉദ്ദേശിക്കുമ്പോ ഇവന്റെ അധികാരത്തെ അള്ളാഹ് വലിച്ചവനൊക്കെ താഴെ ഇറക്കും, ചമറ്റുകൊട്ടയിലേക്ക്. ഇവിടമിൽ പിറന്നവർ ഒടുവരെ നടുവളച്ചിട കളത്തിൽ പൊരുതിടണം. സ്വതന്ത്ര ഭാരത ഭൂവിലതിനെ നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ? അവരുടെ കുടിലത പടയിതു കടലിതിനടിയിലായി പെടുത്തിടും നിജമേ. അള്ളാഹു ഉദ്ദേശിക്കുന്നവൻ അള്ളാഹു ഇസ്സത്ത് കൊടുക്കും, അഭിമാനം കൊടുക്കും, അന്തസ് കൊടുക്കും, പ്രതാപത്തിലാക്കും പടച്ചവൻ. അടുത്ത വചനോ അള്ളാഹു ഉദ്ദേശിക്കുന്നവൻ നിന്ദനാക്കും, നീചനാക്കും. ഇതൊക്കെയാണ് സൂറത്ത് ആൽ ഇംറാനിലെ വരികൾ നിങ്ങൾ എടുത്ത് പഠിച്ചു നോക്കിയോ. ശരിക്കും ഓരോ വചനവും അള്ളാഹു തിരിച്ചും മറിച്ചും പറയാണ്. അധികാരത്തെ കയറ്റുന്ന പടച്ചോൻ, അധികാരത്തിന് ഇറക്കുന്ന പടച്ചോൻ, ഇസ്സത്ത് കൊടുക്കുന്ന പടച്ചോൻ, ഇസ്സത്ത് നൽകാതെ നിന്ദനും നീചനുമാക്കുന്ന പടച്ചോൻ. എന്നിട്ട് അള്ളാഹ് പറയാണ്, എങ്കിലും ബിയദിക്കൽ ഖൈർ, അള്ളാഹുവിന്റെ കയ്യിലാ നന്മ. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇവിടെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, ഇവിടെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പൗരത്വത്തിലും നമ്മൾ പഠിക്കാനുമില്ല. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അധികാരത്തിലേറിയിട്ട് ലോക ചരിത്രത്തിലെ ഇസ്സത്തോടെ ജീവിക്കുന്ന ചില ആൾക്കാരെ നിന്ദനും നീചനും ആക്കിയിട്ട് അള്ളാഹു താഴെ ഇറക്കിയിട്ടുണ്ട്. അത് അടുത്ത ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ബേജാറൊന്നും. ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് മൂപ്പര് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പടച്ചോനെ നീ എന്താ റബ്ബേ പറഞ്ഞത്? സൂത്തിൽ മുൽക്കമൻ നശാ, നീ ഉദ്ദേശിക്കുമ്പോൾ അധികാരം നൽകുന്നുവെന്നല്ലേ? നീ ഉദ്ദേശിക്കുമ്പോൾ അധികാരം തന്നെ ഇറക്കുമെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഞാനിപ്പോൾ 7 രാജ്യം ഭരിക്കുന്ന രാജാവാണ്. എന്റെ ചോട്ടിൽ 7 നാടുണ്ട്, 7 രാജാക്കന്മാരുണ്ട്. 7 രാജാക്കന്മാരുടെ രാജാവായി ജീവിക്കുന്ന എന്റെ അധികാരത്തെ കൈഫ തൻസിഉൽ മുൽക മിന്നി യാ അല്ലാഹ്, എന്റെ അധികാരത്തെ എന്നിൽ നിന്ന് ഈ സെക്കൻഡിൽ എങ്ങനെയാണ് പഠിച്ചു ഊരാ? എന്നെ ഇപ്പൊ രാജാവല്ലാണ്ട് എങ്ങനെയാക്കാം എന്നാണ് ചോദ്യം. അത് ഓതിയിട്ട് അടുത്ത ആയത്ത് മനുഷ്യൻ ഓതിയിട്ടില്ല, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടില്ല. കൊട്ടാരത്തിന്റെ താഴ്ഭാഗത്ത് ഒരു പട്ടാളക്കാരൻ സ്റ്റെയർ കേസ് കയറി മേലെ കൂടിയിട്ട് വിളിച്ചു പറഞ്ഞു, മഹാരാജാവേ, സുൽത്താൻ മഹമൂദരേ, മഹാരാജാവേ, സുൽത്താൻ മഹമൂദരേ, നല്ല അഫന്തിയോരേ, ഒരു വ്യസനമിതറിയിക്കാം കേൾക്കുവിരേ, ഒരു വ്യസനമിതറിയിക്കാം കേൾക്കുവിരേ. സുൽത്താൻ മഹമൂദരേ, നല്ല അഫന്തിയോരേ, ഒരു വ്യസനമിതറിയിക്കാം കേൾക്കുവിരേ, ഒരു വ്യസനമിതറിയിക്കാം കേൾക്കുവിരേ. സുൽത്താൻ മഹമൂദരേ, എന്താ നിന്റെ പ്രശ്നം? ഒരു പുലിയുമിതാ വന്ന് മുരണ്ടിടുന്നു, എവിടെ? എതിർക്കാൻ കഴിഞ്ഞില്ലിത് ചീറിടുന്നു. ഒരു പുലിയുമിതാ വന്ന് മുരണ്ടിടുന്നു, എതിർക്കാൻ കഴിഞ്ഞില്ലിത് ചീറിടുന്നു. മരണം മുന്നിൽ കണ്ടിതാ ഓടിടുന്നു, മരണം മുന്നിൽ കണ്ടിതാ ഓടിടുന്നു. സുൽത്താൻ മഹമൂദരേ. ഒരുത്തൻ ഓടി വന്നിട്ട് പറഞ്ഞു, രാജാവേ, രാജാവേ, എന്താ പ്രശ്നം? രാജാവേ, കൊട്ടാരമുറ്റത്തൊരു പുലി. പുലിയോ? പുലിയെ കണ്ടെങ്ങനെ ഓടിയാടാൻ വേണ്ടത്? വാളെടുത്ത് വെട്ടിക്കൊല്ലടാ പറഞ്ഞോണ്ടിരിക്കുക. ബാക്കിൽ 3-4 രാജാവേ, പുലി പുലി പുലി. രാജാവ് എന്ത് പുലി 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 പുലി? എടാ വാളെടുക്കടാ, എടുക്കടാ വാള്. എല്ലാവരും വാളെടുത്ത് പോയി കൊടുക്കടാ വെട്ട്.
അപ്പോഴേക്ക് കൊട്ടാര മുറ്റത്തുനിന്ന് ഭീകരമായ ഒരു അലർച്ച കേട്ടപ്പോ രാജാവ് ചൂടാ എന്നത് കേട്ടെ ഒരുത്തം പറഞ്ഞു രാജാവേ അതാണ് പുലി. ഒരു പുലിയുമിതാ വന്നു മുരണ്ടിടുന്നു എതിർക്കാൻ കഴിഞ്ഞില്ലിത് ചീറിടുന്നു മരണം മുന്നിൽ കണ്ടിതോടിടുന്നു മരണം മുന്നിൽ കണ്ടിതോടിടുന്നു സുൽത്താൻ മഹമൂദരേ. രാജാവ് മേൽഭാഗത്തുനിന്ന് താഴേക്ക് നോക്കി. അപ്പൊ കൊട്ടാര മുറ്റത്തൊരു ഭീകരനായ പുലി ഇങ്ങനെ നിൽക്കുക. ആ പുലിയാണെങ്കിലോ രാജാവിനെ തന്നെ നോക്കണം മേലോട്ടേക്ക്. രാജാവ് പുലിയെ നോക്കുന്നു, പുലി രാജാവിനെ നോക്കുന്നു. പെട്ടെന്ന് പുലി കണ്ണോണ്ട് മൂക്കൊണ്ട് ഒരു ആക്ഷൻ. അപ്പൊ രാജാവ് ഇവരോട് ചന്ദ്ര പുലി എന്നോട് എന്തോ പറയുന്നു. നമ്മൾ പുലിക്കെന്തോ നിങ്ങളോട് മൊഹബത്ത് ഉണ്ട് എന്നാ തോന്നുന്നത്. അപ്പൊ രാജാവ് പറഞ്ഞൊരു വാള് കൊണ്ടാ ഞാൻ അതിനെ കൊല്ലാന്ന് പറഞ്ഞു. ഇവരെല്ലാരും വാള് കൊടുത്തു. രാജാവ് പറഞ്ഞു എനിക്ക് എന്താണ് 32 കൈയുണ്ട്, ഒരു വാള് കൊണ്ടടാ. ഒരു വാള് വാങ്ങിയിട്ട് രാജാവ് ഇറങ്ങി വരാണെന്ന് മെനക്കെട്ടിൽ നല്ല ചെറുപ്പക്കാരനായ മെയ്യബ്യാസയ രാജാവ് ഈ ടെറസിന്റെ മേലെ നിന്ന് താഴേക്ക് ഒരു ചാട്ടം ചാടി ബിസ്മില്ല താഴെ വന്ന് 2 കാലും മേലെ മൂപ്പര് നിന്നു. നമ്മളോ ഈ പള്ളിമക്ക ഒരു ചാടിയൊക്കെ അതിലേക്ക് ഒരു 1.5 മാസം മെഡിക്കൽ കോളേജിലുണ്ടാവും, 2ാമത്തെ മാസം കബറിലും ഉണ്ടാവും. അപ്പൊ താഴേക്ക് ഒരു ചാട്ടം കെട്ട് ചാടിയിട്ട് പുലിയുടെ മുന്നിൽ തന്നെ വന്ന് നിന്നിട്ട് കണ്ടുപൊട്ടി ബിസ്മി കൂട്ടി ഒരു വെട്ട് കൊടുത്ത് ബിസ്മില്ല പുലിയും മുന്നിൽ ഒന്നും കഴിഞ്ഞില്ല അവർക്കു പിന്നിൽ. നാടും നഗരവും അവർ പിന്നിട്ടേ കാടും മലകളും അവർ മുന്നിട്ടേ നാടും നഗരവും അവർ പിന്നിട്ടേ കാടും മലകളും അവർ മുന്നിട്ടേ കാട്ടിൽ കയറിയ പുലിയും പിന്നെ കാണുന്നില്ല രാജൻ കുഴങ്ങിടുന്നേ ഓടുന്നാദാരാജൻ നമീരിൻ പിന്നിൽ ഓട്ടം ശരം പോലെ കുതിര തന്നിൽ ഓടി തളർന്നില്ല പുലിയും മുന്നിൽ ഒന്നും കഴിഞ്ഞില്ല അവർക്ക് പിന്നിൽ. അതിവേഗം ഓടുന്ന പുലിയുടെ ബാക്കിൽ തന്റെ കുതിരപ്പുറത്ത് പരമാവധി വേഗതയിൽ രാജാവ് ഓടി. രാജാവിന്റെ കൽബിന്റെ അകത്തൊരു വല്ലാത്ത വാശിയും പുലിയെ കൊല്ലാനുള്ള ഒരു വല്ലാത്ത ആഗ്രഹം തോന്നി. അവസാനം പുലി ഓടി ഓടി ഒരു മുൾപടർപ്പ് പിടിച്ച കാട്ടിലേക്ക് വലിഞ്ഞു കയറി, കുന്നിലേക്ക് വലിഞ്ഞു കയറി. രാജാവിന്റെ കുതിരക്ക് പുലിയെ പോലെ ഓടാൻ പറ്റൂല. അതുകൊണ്ട് രാജാവ് കുതിരയെ ഒഴിവാക്കിയിട്ട് രാജാവ് ബാക്കിലോടി.
മുൾപടർപ്പ് പിടിച്ച കാടിനടിയുടെ പുലി ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് കയറുകയാണ്. അതിന്റെ തൊട്ട് ബാക്കിൽ കൺവെട്ടത്തിൽ രാജാവ് ബാക്കിലുണ്ട്. രാജാവാണെങ്കിലോ മുള്ളൊക്കെ വെട്ടിമാറ്റുന്നു, ബാക്കിലോടുന്നു. പുലിയാണെങ്കിൽ വളരെ പരമാവധി സ്പീഡ് കുറച്ചു. രാജാവിനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ പുലി തീരുമാനിച്ച പോലെ മുള്ള് കൊണ്ടിട്ട് കയ്യും കാലൊക്കെ പോറലേറ്റ് മുറിവൊക്കെ വരുന്നുണ്ട്. അതൊക്കെ രാജാവ് നോക്കണമെന്ന് അതൊന്നും കാര്യമല്ല. ഇപ്പൊ പുലിയെ കൊല്ലുകയാണ് ലക്ഷ്യം. വല്ലാത്തൊരു വാശി അല്ലാഹു ഇട്ടുകൊടുത്ത് കൽബിൽ. അവസാനം ആ പുലിയും രാജാവും കുന്നിന്റെ ഏറ്റവും ഉച്ചിയിൽ മേലെ വന്നു. ഏറ്റവും മേലെ വന്ന് ടോപ്പിൽ വന്ന് അവിടെ പുലിയാണെങ്കിലോ കറങ്ങിയിട്ട് രാജാവിന്റെ നേരെ മുഖം ഇങ്ങനെ നോക്കിയിട്ട് നിന്നു. രാജാവ് പേടിച്ചൊന്നുമില്ല. രാജാവ് പുലിയോട് പറഞ്ഞു, ഏതായാലും നീ എന്നെ എത്ര പേര് ഓടിച്ചില്ലേ, നിന്റെ ഒടുക്കത്തെ സെക്കൻഡായത്, എന്നെ കൊല്ലാതെ ഞാൻ പോകൂല. വാളുകൊണ്ട് കണ്ണുപൂട്ടിയിട്ട് ആഞ്ഞൊരു വെട്ടുകൊടുത്ത് പുലിയുടെ തലക്ക്. തല പിളർന്ന് 2 കഷ്ണമായിട്ടുണ്ടാകുമെന്ന് കണക്ക് കൂട്ടി കണ്ണു തുറന്നു നോക്കിയ രാജാവ് ഞെട്ടിപ്പോയി. താൻ വെട്ടിയ വാൾ മണ്ണിലേക്ക് ആണ്ട് കിടക്കാണ്. മണ്ണിലേക്ക് ആണ്ട് പോയിട്ടുണ്ട്. പുലി എവിടെയും എവിടെയും കാണുന്നില്ല. രാജാവ് 4 ഭാഗം നരിച്ചു പെറുക്കിയില്ല. കാട് മുഴുവൻ നടന്നു. രാജാവ് വെറുതെ വിളിച്ചു നോക്കി, പുലി പുലിയില്ല. കാടരിച്ചു പെറുക്കിയ രാജാവ് പുലി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോ കണക്ക് കൂട്ടി, ഇനി ഏതായാലും തിരിച്ചു പോയി കളയെ, കാണാത്ത സാധനത്തെ പിടിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് കണക്കൂട്ടിയിട്ട് രാജാവ് എന്ത് ചെയ്തറിയോ, തിരിച്ചു പോകാനുള്ള തീരുമാനത്തില. അതില് ഉടുത്ത തുണിയെന്ന് വെറുതെ അങ്ങനെ നോക്കി. ആ തുണിയെ നോക്കിയപ്പോ രാജാവ് അയ്യയ്യേ നാണമായി രാജനോടുമുണ്ട് മാത്രമായി നാണം മറച്ചിടുവാൻ, അത് തന്നെയും കാട്ടിലെ മുള്ള് കുളത്തിയും കീറി പറഞ്ഞിടലാ. നാണമായി രാജനോടുമുണ്ട് മാത്രമായി നാണം മറച്ചിടുവാൻ, അത് തന്നെയും കാട്ടിലെ മുള്ള് കുളത്തിയും കീറിപ്പറിഞ്ഞിടലാ. വേണ്ടാത്ത കാര്യമായി ഞാൻ ഇന്ന് ചെയ്തത് രാജന് തോന്നിടലാ. വേണ്ടാത്ത കാര്യമായി ഞാൻ ഇന്നു ചെയ്തത് രാജന് തോന്നിടലാ. വേവലാതിപ്പെട്ടു കാര്യമില്ല എന്ന് രാജൻ നിനച്ചിടലാ. വേവലാതിപ്പെട്ടു കാര്യമില്ല എന്ന് രാജൻ നിനച്ചിടലാ. ഇനി എന്താ ചെയ്യാനാ ഈ കാട്ടിലെ ആരെ ഞാൻ കണ്ടിടാനാ. ഇനി എന്താ ചെയ്യാനാ ഈ കാട്ടിലെ ആരെ ഞാൻ കണ്ടിടാനാ. നാണമായി രാജനോടുമുണ്ട് മാത്രമായി നാണം മറച്ചിടുവാ, അത് തന്നെയും കാട്ടിലെ മുള്ള് കുളത്തിയും കീറിപ്പറിഞ്ഞിടലാ. രാജാവ് തുണി ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, അതെല്ലാം കൂടി മുള്ളു കുളത്തി കീറിയിട്ടില്ലേ. കീറിയ ഈ തുണിയും രാജാവ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യേ, ഈ തുണി കൊടുത്ത് നാട്ടുകാരെ മുന്നിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ കണ്ണ് പൂട്ടാണ്ട് നോക്കും ചില ചങ്ങായിമാർക്ക്. നടക്കൂല. ചിലപ്പോ ഫ്രണ്ടിലേക്ക് എറിയണ ബാക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പിടിച്ച് വലിച്ചു നോക്കി, അപ്പൊ ബാക്കിൽ അതിനേക്കാൾ വലിയ ഓൾസാ. ഇതോടത്ത് എങ്ങനെ പോവാ പഠിച്ചോനെ. രാജാവാകെ വല്ലാത്ത പ്രയാസത്തിലായി. രാജാവ് കണക്കൂട്ടി, ഇനിയിപ്പോ ഏതായാലും ഈ സമയത്ത് പോകാൻ പറ്റൂല, പോയാൽ നാട്ടുകാർ കാണും. രാവിലെ അല്ലേ സംഭവം. ഇനി പോകണമെങ്കിൽ ഇരുട്ടത്ത് പോകണം. ഇരുട്ടത്ത് പോകണമെങ്കിൽ ഇപ്പൊ രാത്രിയാവണം. ഒരു പകൽ മുഴുവൻ അവസാനിക്കണം. ഒരു പകൽ മുഴുവൻ അവസാനിച്ചാലേ രാത്രിയാവും. ഇത് രാവിലെ തന്നെ സംഭവിച്ചല്ലേ. അതൊരു രാജാവ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല്, ആ കാട്ടിലെ ഒരു മരത്തിന്റെ ചോട്ടിൽ, കുന്നുംപുറത്തൊരു മരത്തിന്റെ ചോട്ടില് കാട്ടിലെ ഇലകളൊക്കെ പറിച്ചു വന്ന് വിരിച്ചിട്ട് സുഖമായിട്ടൊന്ന് ഇരുന്നു. രാത്രിയാക്കണ്ട. ഇപ്പോ നല്ല തണുപ്പ്, കാടല്ലേ, നല്ല കാറ്റ്, കുന്നല്ലേ, എണ്ണ തേച്ചിട്ട് ഓടിയൊരു സുഖവും. രാജാവ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാല്, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് താടിക്ക് ഇങ്ങനെ തലക്കും കയ്യും വെച്ചിട്ട് മൂപ്പര് കിടന്നുറങ്ങി. ഉറങ്ങി എന്നല്ല അതിനെ പറയേണ്ടത്, അള്ളാഹ് ഉറക്കി. ഉറങ്ങി, നല്ല ഉറക്കാം മൂപ്പര്. ഇനി മൂപ്പര് അവിടെ കിടന്നുറങ്ങട്ടെ, നമുക്കിനി വേറൊരു സ്ഥലത്ത് പോയിട്ട് വരാം. മൂപ്പര് കിടന്നുറങ്ങുന്ന കാട് മൂപ്പര് തന്നെ അധികാരമേൽപ്പിച്ച ഒരു രാജാവിന്റെ കീഴിലുള്ള സ്ഥലമാണ്. സത്യത്തിൽ പറഞ്ഞാൽ അത് സുഹ്റാന്റെ ബാപ്പന്റെ അധീനതയിലുള്ള സ്ഥലം. ഇയാൾ പെണ്ണ് കാണാന്ന് പറഞ്ഞ പെണ്ണിന്റെ അധീനതയിലുള്ള ഉപ്പാന്റെ. ഇയാളെ കാട്ടിൽ ഓടിച്ച് അവിടെ കൊണ്ടുപോയി കിടത്തിയ പടച്ചോൻ ഇവിടെ ഒരു സംഭവം നടത്തിയിട്ടുണ്ടെന്ന്. പട്ടിന്റെ ഉടുപ്പുകളും സ്വർണ്ണാഭരണങ്ങളും ഖജനാവിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇയാള് രാവിലെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരാം. കിടപ്പറയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഇയാൾ കാണുന്ന ഒരു കാഴ്ച എന്നറിയോ,
തന്റെ ഖജനാവ് മലർക്ക തുറന്നു വെച്ചിട്ടുള്ളേ. സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളം കേറി മുതലുകളും കൊണ്ടോയി സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളം കേറി മുതലുകളും കൊണ്ടോയി മുത്തും വൈരക്കല്ലും രത്നം തുന്നിയ കുപ്പായം ഒക്കെ പൊക്കിയെടുത്തൊരു കള്ളൻ എങ്ങോ പോയി മറഞ്ഞു. അയ്യോ രാജൻ ബേജാറായി. സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളം കേറി മുതലുകളും കൊണ്ടോയി സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളം കേറി. രാജാവിന്റെ കൊട്ടാരത്തിൽ കള്ളം കയറി കംപ്ലീറ്റ് അടിച്ചോണ്ട് പരിഭ്രാന്തനായി രാജാ വിളിച്ചു, ആരവിടെ? കുറെ പട്ടാളക്കാരോട് വന്ന്, രാജാവേ എടാ എന്റെ ഖജനാവ് ഉണ്ടോ? ഒരുത്തനും ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അടിപൊളി ഖജനാവ്. രാജാ പറഞ്ഞത് അടിപൊളിയാണെന്ന് പറയാനല്ല ചങ്ങായിനെ വിളിച്ചത്, അതിന്റെ അകത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ച സ്വർണ്ണാഭരണങ്ങൾ പട്ടിന്റെ ഉടുപ്പുകളും കള്ളം കട്ടോണ്ടോയി. വേറൊരുത്തൻ പറഞ്ഞു അൽഹംദുലില്ലാ. രാജാവ് കേട്ടുപോയി. രാജാവ് വിളിച്ചു കേട്ടു, നീ എന്താണ് പറഞ്ഞേ? ഓൻ പറഞ്ഞു ഞാനൊന്നല്ല. അൽഹംദുലില്ലാന്ന് ഒറ്റയടിക്കാൻ മാറ്റി, ഞാനൊന്നല്ല. അൽഹംദുലില്ലാ ഇടക്കിടക്ക് പറയണം കേട്ടോ. അൽഹംദുലില്ലാ ഇടക്കിടക്ക് പറയണം. ഇവിടെ ഇപ്പൊ വന്ന് കൂടാൻ നിങ്ങൾക്ക് അള്ളാഹു ഭാഗ്യം നൽകി, എനിക്കും ഭാഗ്യം നൽകി. വീട്ടിന്റെ അകത്ത് കിടന്നിട്ടോ എഴുന്നേറ്റ് വരാൻ പറ്റാത്ത എത്ര മനുഷ്യന്മാരുടെ പണ്ടുള്ള കിടക്കുന്നു. അവരെ ഓർത്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പറയണം അൽഹംദുലില്ലാ. അള്ളാഹ്ക്ക് സ്തുതിയാണ്, അള്ളാഹിനെ സ്തുതിക്കണം. അതുകൊണ്ടാണ് ഈ അറബികൾ നശിച്ചു പോകാത്തത്. അറബികൾ അതുകൊണ്ടാണ് നശിച്ചു പോകാത്തത്. അറബികൾ വായി അനഞ്ഞ അള്ളാഹിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ. ആകാശവും ഭൂമിയും നിങ്ങൾക്ക് അള്ളാഹു നിറച്ചു നൽകി എന്ന് കണക്ക് കൂട്ടുക. ആകാശവും ഭൂമിയും അള്ളാഹു നിങ്ങൾക്ക് നിറച്ചു നൽകിയ സമ്പത്ത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിച്ചു. നിങ്ങൾ ഒരൊറ്റ അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിന് തിരിച്ചു പറഞ്ഞു. എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ആകാശഭൂമികൾ നിറച്ചു നൽകിയ സമ്പത്തിനേക്കാൾ നിങ്ങൾ അള്ളാഹുവിന് തിരിച്ചു നൽകിയിട്ടുണ്ട്. അതിനേക്കാൾ വർധനവുണ്ട് അൽഹംദുലില്ലാ എന്നതിന് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക, ഒരു അൽഹംദുലില്ലക്ക് ആകാശ ലോകങ്ങൾ അള്ളാഹു സമ്പത്ത് കൊണ്ട് അതിനേക്കാൾ ഇരട്ടിയാണ് നമ്മൾ ഒറ്റ അൽഹംദുലില്ല പറഞ്ഞാൽ മതി. അപ്പൊ അള്ളാഹു നമുക്ക് വല്ലാത്ത ബർക്കത്ത് തരും. കെട്ടിടം ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് ഉമ്മി ഉപ്പയെല്ലാം മരിച്ചിട്ട് അറബി അറിഞ്ഞ് ഓടുകയെന്ന് വിചാരിച്ചോ? ആ ഓടുന്ന അറബിയോട് നിങ്ങൾ വൈക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു നോക്കിയാട്ടെ, ഉടനെ ഓനെന്താ പറയാരോ? അൽഹംദുലില്ലാ സൈൻ അൽഹംദുലില്ലാ എന്ന് പറയും. ഉമ്മി ഉപ്പയും മരിച്ചിട്ട് ഓടുന്ന ഓട്ടായിരിക്കും. എന്നാലും ഒരു പ്രശ്നം പോലും ഉണ്ടാവില്ല. അള്ളാഹിനെ സ്തുതിക്കാൻ മറക്കൂല. എന്നാൽ നമ്മളോ നല്ല ഹോൾസെയിൽ കച്ചവടക്കാരനായിരിക്കും. ഓനോട് പോയി ചോദിച്ചു നോക്കിയാട്ടെ, എന്തുണ്ട് നിങ്ങളെ കച്ചവടം? ഉടനെ അങ്ങനെ പോകുന്നു. അങ്ങനെ പോട്ടണമൊക്കെ നീ അങ്ങനെ പോകും, നീ നന്നാവില്ല. ഈ കച്ചവടം ഈ സൗകര്യം തേച്ച് നിനക്ക് തന്നിട്ട് ആ അള്ളാഹിനെ അൽഹംദുലില്ലാ സ്തുതിക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നീ ഇങ്ങനെ പോക്കേണ്ടാവും. അതാണ് ഹർത്താലിന്റെ ആദ്യം ഓന്റെ കട പൊളിച്ചു വന്നു. കാരണം അള്ളാഹിനെ സ്തുതിക്കൂല. അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹിനെ ഇടക്കിടക്ക് നമ്മൾ സ്തുതിക്കുക അൽഹംദുലില്ലാ. വെറുതെ ഇങ്ങനെ പറയാം അൽഹംദുലില്ലാ. എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും, വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോൾ വീട് ഇങ്ങനെ നോക്കിയിട്ട് പറയാം അൽഹംദുലില്ലാ. ഇതിങ്ങനെ കിടന്നുറങ്ങാൻ ഒരു പുരണ്ടാക്കി തന്ന പടച്ചോനെ എനിക്ക് സ്തുതി. ഒന്ന് വെറുതെ പറയാ. ഒരു വണ്ടി വാങ്ങി, ഒരു സ്കൂട്ടർ വാങ്ങി, അതിനകത്ത് കയറുമ്പോൾ പറയാം അൽഹംദുലില്ലാ. ഇങ്ങനെ പോകാനൊരു വണ്ടി എന്നല്ല പടച്ചോനെ നിനക്ക് സ്തുതി. ചിലപ്പോൾ ആ വണ്ടി ആക്സിഡന്റ് ആവില്ല. അള്ളാഹിനെ സ്തുതിച്ചാണ്, നമ്മൾ സ്തുതിക്കൂല. ഈ മനുഷ്യൻ രാജാവ് പറഞ്ഞടാ, എന്റെ ഖജനാവിൽ സൂക്ഷിച്ച പട്ടിന്റെ ഉടുപ്പുകൾ സ്വർണ്ണാഭരണങ്ങൾ കള്ളം കെട്ടോണ്ടേ. 11 പട്ടാളക്കാരൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 3 ദിവസത്തിനകം കള്ളനെ പിടിച്ചോണ്ടരണം. കള്ളനെ പിടിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ 11 എണ്ണത്തിന് തല ഞാൻ കട്ടിയുന്നു. ഇവരെല്ലാം കൂടി കുടുങ്ങി. ഇവര് മുറ്റത്തിറക്കി നിന്ന് എന്താ ചെയ്യണമെന്ന് തിരിയുന്നില്ല. അപ്പൊ ഒരുത്തിന് ഭയങ്കര ടെൻഷൻ, ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ എല്ലാവരും കൂടി എന്റെ ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, എടാ നിന്റെ ടെൻഷൻ കാണുമ്പോൾ സംശയം ഉണ്ടല്ല, പൊന്നാരം മോനെ കളവെന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് കൊടുത്തേ. ഇവർ തോന്നിയ ദിവസം പറയുന്നത് ഞാൻ ജീവിതത്തിൽ ഒരു സാധനം ഇതുവരെ എടുക്കാണ്ടില്ല. എന്നാലും ഒരുത്തൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ എന്നോട് അല്ല ഞാൻ തെറ്റിപ്പോയി എടുത്തിട്ടില്ല, എന്നെ എന്താക്കുമെന്ന് വെച്ച്. എന്താക്കാനാ? ഒരു കാര്യമുണ്ട്, നമുക്ക് നാട് വിട്ടാലേ. ഈ നാട്ടിൽ നിന്നാലല്ലേ രാജാവ് തലവിട്ടു. നാട് വിടാം, ആയിക്കോട്ടെ, എന്നാ പൊരേ പോയി വർത്താനം പറഞ്ഞ മക്കളോടെ വർത്താനം പറഞ്ഞിട്ട് വരാന്ന്. അങ്ങനെ പൊരക്ക് പോയി മക്കളെല്ലാം വിളിച്ചു കൂട്ടി. ഉപ്പമാര് പറഞ്ഞു മക്കളെ, ഉപ്പമാര് നാടുകൂടി. പിള്ളേർ പറഞ്ഞു അൽഹംദുലില്ലാ, സമാധാനം. കാരണം ചില ഉപ്പാനെ കണ്ടാൽ അങ്ങനെ തന്നെയാ തോന്നിപ്പോവുക. ചില ഉപ്പാന്റെ സ്വഭാവം കണ്ടാൽ അൽഹംദുലില്ലാ 3 വട്ടം പറഞ്ഞു. അങ്ങനത്തെ ചില ഉപ്പുണ്ടപ്പ, വല്ലാത്ത പിരാന്തന ഉപ്പുണ്ട്. മക്കൾക്ക് ഒരു സ്നേഹവും കൊടുക്കാത്ത ബാപ്പ, ഒരു സ്നേഹവും കൊടുക്കാത്ത ബാപ്പമാരുണ്ട്. ഒരുപാട് ബാപ്പമാർ മക്കൾക്ക് ഇടക്കിടക്ക് മുത്തം കൊടുക്കണം, ചുംബനം കൊടുക്കണം. കൊടുക്കലുണ്ടാ? ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ ചുംബനം കൊടുത്തു എന്ന് പറയുന്ന ആൾ കൈവക്കിയാട്ടെ സ്വന്തം മക്കൾക്ക്.
ഒരു മനുഷ്യനുമില്ല. ഒരാളുണ്ടല്ലേ? ഒരാളുണ്ട് പഠിച്ചോനെ. ബാക്കിയില്ലാത്ത മക്കൾക്ക് മൊത്തം കൊടുക്കാൻ നാളെ രാവിലെ പഞ്ചായത്ത് നാൾ വരും. കാത്തു നിൽക്ക്. എന്ത് മനുഷ്യന്മാര്! രാവിലെ മദ്രസയിൽ പോണ പിള്ളേരെ പിടിക്കുക, മദ്രസയിൽ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ പിടിക്കുക രാവിലെ തന്നെ. എന്നിട്ട് മദ്രസയിലേക്കൊക്കെ പറഞ്ഞേക്കുമ്പോൾ നെറ്റിയിലൊരു ചുംബനം കൊടുക്കാം. പല്ലിയച്ചിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ പിള്ളേർ മദ്രസയിലെത്തൂല. കൊടുത്തു വിട്ടോക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. നെറ്റിയിൽ ചുംബനം കൊടുത്താൽ സ്നേഹത്തിന്റെ ഹോർമോൺ സൃഷ്ടിക്കപ്പെടും കുട്ടികളുടെ ശരീരത്തിൽ. ശാസ്ത്രം പറയുന്നു സ്നേഹത്തിന്റെ ഹോർമോൺ സൃഷ്ടിക്കപ്പെടുമെന്ന്. എന്നാൽ ഇത് 14 നൂറ്റാണ്ടിന് പുറത്ത് കാണിച്ചു തന്ന പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ. മക്കളോടും ഭാര്യമാരോടൊക്കെ യാത്ര പറഞ്ഞ് അവരിറങ്ങി. ഒരുപാട് നടന്നപ്പോൾ ഒരാൾ മറ്റുള്ളവരോട് പറഞ്ഞു, നമ്മൾ എത്രയാണ് ഇങ്ങനെ നടക്കുക? വളരെ പെട്ടെന്ന് ഈ നാട് വിട്ട് കിടക്കാൻ ഏറ്റവും നല്ല മാർഗം കുന്ന് കയറി മറുഭാഗത്തേക്ക് ഇറങ്ങലാണ്. എന്നാൽ പിന്നെ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവര് കുന്ന് കയറുക. വഴി വെട്ടിത്തെളിച്ച പോലെ കാണുന്ന മാർഗത്തിലൂടെ അവർ കയറി. ഒന്നിന് പിറകെ ഒന്നായി കയറിക്കൊണ്ടിരിക്കെ ഏറ്റവും ആദ്യം ഫ്രണ്ടിൽ നടക്കുന്നവൻ, അയാളാണല്ലോ ആദ്യം മുകളിലെത്തുക. അവൻ മുകളിലെത്തിയപ്പോൾ ഒരു വല്ലാത്ത ചിരിച്ചിരിച്ചു. ചിരിച്ചപ്പോൾ താഴെയുള്ളവർ ചോദിച്ചു, എന്തിനാണ് അവൻ ചിരിക്കുന്നത്? അവൻ പറഞ്ഞു, എടാ നമ്മൾ എന്തിനാണ് നാട് വിടുന്നത്? അവൻ പറഞ്ഞു, നമ്മൾ കള്ളനെ പിടിക്കാത്തതുകൊണ്ട്. കള്ളനെ പിടിച്ചാലോ? പിടിച്ചാൽ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാൻ, കുടുംബത്തിനോടൊപ്പം ചേരാലോ എന്ന്. എന്നാൽ എല്ലാവരും ഇങ്ങോട്ട് കയറിക്കോ, കള്ളനെ കിട്ടിയെന്നോ. എല്ലാവരും ഓടി അങ്ങോട്ട് കയറി ഈ മനുഷ്യന്റെ മുമ്പിൽ നിന്നിട്ട് ചോദിച്ചു, എവിടെയാ കള്ളന്ന് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എന്നെ നോക്കണ്ടടാ ദേന്ന് പറഞ്ഞു മരത്തിന്റെ ചുവട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഒരു മരത്തണൽ കീഴേ ഒരുവനുണ്ടേ, ഊടുമുണ്ടു മൂടുത്ത് കൊണ്ടുറങ്ങുന്നുണ്ടേ. ഒരുങ്ങിക്കോ ഇതാ കള്ളൻ അടുത്തിട്ടുണ്ടേ, ഉറങ്ങുന്ന ഗഫന്തിയെ അവരും കണ്ടേ. പകലതിലിവൻ വന്നിട്ടുറങ്ങിടും കാട്ടിൽ, പതിവ് പുലയിൽ വന്നിറങ്ങിടും നാട്ടിൽ. പഹയന പിടിക്കണം തരമുള്ള മട്ടിൽ, ഒരു കയറെടുത്ത് കൊണ്ടവരും വന്നേ. ഓരോരുന്നു ആ പന്തിയെ പിടിക്കുവാനേ. ഒരു കയറെടുത്ത് കൊണ്ടവരും വന്നേ. ഓരോരുന്നു ആ പന്തിയെ പിടിക്കുവാനേ. അതെ, മരത്തിന്റെ ചോട്ടിൽ കിടന്നുറങ്ങുന്ന മഹ്മൂദുൽ ഖഫന്തി രാജാവിനെയാണ് അവർ കണ്ടത്. സത്യത്തിൽ അവർക്ക് പരിചയമില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അവർ ഓടി വന്ന് ചുറ്റും നിന്നു. ഒരാൾ പറഞ്ഞവൻ ആള് പഠിച്ച കള്ളനാടാ, പിടിച്ചാൽ കിട്ടാതിരിക്കാൻ വേണ്ടി എണ്ണ വരെ തേച്ചിട്ടാ കിടക്കണത്. ഇവൻ അറിയരുത്, ഇവൻ അറിയാതെ ഇവന്റെ കയ്യും കാലും പിടിച്ച് കെട്ടണമെന്നോ. അങ്ങനെയാണെങ്കിൽ ബലമുള്ള കാട്ടുപള്ളി പറിച്ചെടുക്കുന്ന പറഞ്ഞ് ബലമുള്ള കാട്ടുപള്ളി പറിച്ചെടുത്തു. ഇയാള് തലക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ കിടക്കാണ്. നല്ല ഉറക്കില്ല, നല്ല ഉറക്കിയതാ. ആ തലേന്റെ അടിയിൽ നിന്ന് കൈമെല്ലെ വലിച്ചിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാ കൈ വലിക്കണം. അപ്പൊ ഈ മൂപ്പര് ഉറക്കം ഞെട്ടി മൂപ്പര് ചാടി എന്നിട്ട് ആൾക്കാരൊക്കെ കണ്ടൊരു ബലാത്ത പരിഭവത്തിൽ എഴുന്നേക്കും. വൃത്തം പറഞ്ഞു, ഉറങ്ങിക്കോളൂ കള്ള കൂൾഡൗൺ ഉറങ്ങുന്ന. അപ്പൊ മൂപ്പറിഞ്ഞു, കള്ളനോ? ഞാൻ മഹ്മൂദുൽ ഖഫന്തിയാണ്. ഇത് പറഞ്ഞപ്പോ ചിരിച്ചോണ്ട് പറഞ്ഞു, 7 രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പേര് നിനക്കോ? അപ്പൊ വീണ്ടും അയാൾ പറഞ്ഞു, ഞാൻ മഹ്മൂദുൽ ഖഫന്തിയാണെന്നോ. അപ്പോഴേക്ക് ഒരാൾ അയാളുടെ 2 കൈയും പിടിച്ച് കെട്ടി. പിന്നെ ഖഫന്തിയാണെന്ന് പറഞ്ഞപ്പോ, നിന്റെ കൊടുക്കത്തെ ഖഫന്തി ഞാൻ മാറ്റിത്തരാന്നിട്ട് ഇട്ട് ഷർട്ട് അങ്ങോട്ട് ഉരുട്ടി ഉണ്ടാക്കിയിട്ട് ഇയാളെ വായിൽ കുത്തി നിറച്ച് ഫിറ്റാക്കി വർത്താനം പറയാൻ പറ്റാത്ത കുളത്തിലേക്ക്. അപ്പൊ വേറൊരുത്തൻ പറഞ്ഞു, ഞങ്ങളുടെ രാജാവിന്റെ പൊന്നും മോളുടെ പൊന്നും ആഭരണമൊക്കെ കട്ടിട്ട് പോയ കള്ളനല്ലേ എന്ന് പേരടിക്ക് ഒരു അടിയാണ്ട് കൊടുത്തു. അടി കിട്ടിയപ്പോഴാണ് ഇയാൾ ചിന്തിക്കുന്നത്, അള്ളാഹുവിന്റെ അധികാരത്തെ ഊരുകയാണോ? അപ്പോഴേക്ക് 2ാമത്തെ അടിയും കിട്ടി. കൊണ്ടുപോയി രാജകൊട്ടാരത്തിലേക്ക് അവർ അടിച്ചു. രാജനാഫന്തിയുമായി നിലയില്ലാ ദുഃഖത്തിൽ മഹ്മൂദർ ബന്ധിയുമായി ഹരനായാട്ടെന്ന പോൽ പട്ടാളം മുന്തിടലായി നൽവർ മഹമൂദ ബന്ധിക്ക് കേദവുമായി. രണ്ടും ബന്ധിച്ചവരെന്ന് കൊണ്ടുപോയി കൽത്തറയിലാക്കി
കൽത്തൂറുകളിൽ അടച്ചവർ നേരെ പോയി. കൈ രണ്ടും ബന്ധിച്ചവരെന്ന് കൊണ്ടുപോയി. കൽത്തുറുങ്കലിൽ അടച്ചവർ നേരെ പോയി. കലിയാലെ രാജനോടക്കാര്യം ഓതിടലാൽ കൈ രണ്ടും വെട്ടാൻ അവർക്കജ്ഞയുമായി. ആ മനുഷ്യന്റെ പെരടിയിൽ അടിച്ചിട്ട് അവർ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് മൂപ്പർ ഓർക്കുന്നത് അള്ളാഹുവിന്റെ അധികാരത്തെ ഊരുകയാണ്. കൈഫ തൻസിൽ മുൽക്ക മിന്നി യാ അല്ലാ എന്നാണ് അയാൾ അള്ളാഹിനോട് ചോദിച്ചത്. എന്റെ അധികാരത്തെ നീ എങ്ങനെയാ ഊരിക്കളയാം? അതിനാണ് അള്ളാഹുവിന്റെ മറുപടി, ഇങ്ങനെയാണ് മെഹ്മൂദേ അധികാരത്തെ ഞാൻ ഊരുക. പടച്ചോൻ വിചാരിച്ചാൽ എല്ലാം കഴിയും. നേരെ കൊണ്ടുപോയി ജയിലിലിട്ടു. ജയിലിലിട്ടിട്ട് ഇവര് നേരെ രാജാവിന്റെ മുന്നിൽ പോയി. രാജാ പോച്ചടാ തല വേണ്ടേ? പിന്നെ വേണ്ടാണ്ട്. കള്ളനെ കിട്ടിയോ? കിട്ടി. എന്ത് ജാതി കള്ളല രാജാവേ? എന്താ പിടിച്ചാ കിട്ടാണ്ട് എണ്ണി തേച്ചിട്ടാ പഹയ കാട്ടിനുറങ്ങുക. നമ്മള് പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുവന്ന് ജയിലിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ട നിങ്ങൾക്ക് കാണണമെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, എനിക്കോ എന്റെ മകളുടെ ആഭരണം കെട്ട കള്ളനെ എന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ ചിലപ്പോ എന്റെ ക്ഷമ തെറ്റിയിട്ട് കൊണ്ടെന്നോനെ ഞാൻ കൊല്ലുന്ന. അപ്പൊ ഒരുത്തനോട് പറഞ്ഞു, ഇയാൾക്ക് പിരാന്താടാ. രാവിലെ പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ലേ കൊല്ലും, ഇവ പറഞ്ഞു കൊണ്ടുവന്നാ കൊല്ലും. രാജാ പറഞ്ഞു, കാവൽ നിൽക്കുന്ന കൊട്ടാരത്തിൽ കയറിയിട്ട് കക്കാൻ ധൈര്യം കാണിച്ച വൃത്തികെട്ട കള്ളൻ നാട്ടുകാർക്ക് മൊത്തം അടങ്ങാറാ. കൊട്ടാരത്തിൽ കയറി കക്കാൻ പറഞ്ഞ ചില്ലറ പണിയൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇനി അവൻ ജീവിതത്തിൽ കക്കാൻ പാടില്ല. അവന്റെ രണ്ട് കൈയും നാളെ വെട്ടണം പറഞ്ഞു. രണ്ട് കൈയും വെട്ടാൻ പറഞ്ഞു. കള്ളനാണെന്ന് തെളിഞ്ഞ് തൊണ്ടി മുതൽ പിടിച്ച് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം ഒരു കൈ വെട്ടും ആദ്യം. രാജാവ് എന്താ പറഞ്ഞ, രണ്ട് കൈയും നാളെ വെട്ടി. ഇനി ജീവിതത്തിൽ ഇപ്പം കക്കാൻ പാടില്ല. പടച്ചോനെ. ഇവർ തിരിച്ചു വന്നു. മഹ്മൂദ് അഫന്ദിയുടെ ജയിലിലെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹലോ കള്ളാ, എടയിൽ ചൊറിയാനോ മാന്താനോ ഉണ്ടെങ്കിൽ ഇന്നെ മാന്തി ചൊറിഞ്ഞു വെച്ചോ, നാളെ രണ്ട് കൈയും പോകുന്നതാണ്. അപ്പൊ മൂപ്പരെന്തോ പറഞ്ഞ്, അപ്പൊ വായിൽ തുണിയുണ്ട്, വേറെ ഞാൻ തുണി എടുത്തു കൊടുക്കടാറ്. തുണിയെടുത്തപ്പോ മൂപ്പര് നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ രാജാവിന്റെ മുന്നിൽ കൊണ്ടോ, അയാൾക്ക് എന്നെ മനസ്സിലാവുന്നു. അപ്പൊ വേറെ പറഞ്ഞു, ഇവനാൾ പഠിച്ച കള്ളം തന്നെടാ. രാജാവ് അവിടെ നിന്ന് പറയുന്നത് ഇവന് ഇവിടുന്ന് കേട്ടു. എന്ത് കൊണ്ടുപോയോ കൊല്ലൂ എന്ന് പറഞ്ഞില്ലേ? നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മളെ കൊല്ലിക്കേണ്ട പരിപാടിയാണ്. നാളെ നമ്മൾ കാണിച്ചു തരാറ്. അന്ന് രാത്രി മഹ്മൂദ് അൽ-ഖഫന്തി രാജാവ് ജയിലിനകത്ത് വെച്ച് നിശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു പ്രതിജ്ഞ എടുത്തു, പടച്ചോനെ മഹ്മൂദ് അൽ-ഖഫന്തിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കണില്ല. കാരണം എന്താ അറിയോ? അതിശീതത്തെ നിന്റെ കഴിവിനെ, നിന്റെ കുദ്റത്തിനെ ഞാൻ ചോദ്യം ചെയ്തോണം. കേവലം ഒരു അടിമയായ ഞാൻ യജമാനനായ നിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തവനാണ് മഹാപാപിയാണ്. അതിന് അല്ലാഹുവേ നീ നിശ്ചയിച്ചതിന്റെ രണ്ട് കൈയും മുറിക്കലാണെങ്കിൽ എനിക്കതിൽ പരിവേദനമൊന്നുമില്ല. അല്ലാഹ് മഹ്ശറിലേക്ക് വാക്കിയാക്കാണ്ട് എന്റെ കൈ മുറിയലോടുകൂടി എന്റെ തൗബ നീ പൂർത്തിയാക്കണം പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് അയാൾ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ആ മനുഷ്യനെ മരുഭൂമിയിലേക്ക് കൈവെട്ടാൻ കൊണ്ടുപോയി. രാജാവ് വഴിക്ക് വന്നില്ല, അയാൾക്ക് വരേണ്ട ആവശ്യമില്ല, പട്ടാൾക്കാർ കൊണ്ടുപോയി. മരുഭൂമിയിലെ കരിങ്കൽ സ്തൂപമുണ്ട്, ഒരു കരിങ്കലിന്റെ തൂണുണ്ട്. ആ തൂണിന്റെ അടുക്കൽ ആ മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തി. കണ്ണ് കറുത്ത തുണിയിട്ട് കെട്ടി, രണ്ട് കൈയും മണിബന്ധത്തിനടുക്കൽ ഒരു കെട്ടിട്ടു. ആ കരിങ്കൽ തൂണിന്റെ മേലേക്ക് വെപ്പിച്ചു. അടുത്ത സെക്കൻഡിൽ തന്റെ കൈ മുറിഞ്ഞു വീഴുമെന്ന് കൃത്യമായി അറിയുന്ന മഹ്മൂദ് അൽ-ഖഫന്തി മനസ്സുകൊണ്ട് ദുആ ചെയ്തു, പടച്ചോനെ വേദന ക്ഷമിക്കാൻ എനിക്ക് നീ തൗഫീക്ക് തരണം. പടച്ചോനെ ഈ കൈമുറിയലോടുകൂടി എന്റെ മഹാപാപം നീ പുറത്തു തരണം പടച്ചോനെ. അയാൾ രണ്ട് കൈയും കരിങ്കൽ തൂണിലേക്ക് വെച്ചു. ഒരു കുതിരപ്പുറത്ത് കറുത്ത ഗൗണിട്ട കൈവെട്ടുന്ന ആരാച്ചാർ അയാൾ അതിവേഗം വന്നു. നൂറുകണക്കിന് മനുഷ്യന്മാർ ഈ ദാരുണ രംഗം നോക്കി നിൽക്കുകയാണ്. കള്ളന്റെ കൈവിട്ടുകയാണ്. ആരാച്ചാർ കുതിരപ്പുറത്ത് താഴെ ഇറങ്ങി. അയാൾ പട്ടാളക്കാർ മാർക്ക് ചെയ്യപ്പെട്ട സ്ഥലമൊന്ന് നോക്കി ഒരടി വേക്കോട്ട് മാറി വായുവേഗത്തിൽ മുന്നോട്ട് വന്ന് തന്റെ കയ്യിലുള്ള കൊടുമൂർച്ചവാൾ കൊണ്ട് ആഞ്ഞൊരു വെട്ട് ബിസ്മില്ലാ, രണ്ട് കൈയും മുറിഞ്ഞ് മറുഭാഗത്തേക്ക് വീണു. അണപ്പല്ല് കൊണ്ട് മഹ്മൂദ് അൽ-ഖഫന്തി കടിച്ചു പിടിച്ചു വേദന. എന്നാൽ വേദന സഹിക്കാനാവാത്തതാണ് അടുത്ത സംഭവം. പുരാതന അറബികൾ, പണ്ടത്തെ അറബികൾ കൈവെട്ടിയാൽ ബ്ലഡ് പാസ് ചെയ്യും, ചോര ഒഴുകും. ചോര ഒഴുകിയാൽ മനുഷ്യന്മാർ മരിച്ചു പോകല്ലോ. ചോര ഫുള്ളായിട്ട് പോയാൽ പെട്ടെന്ന് ചോര നിൽക്കാൻ പണിയെടുക്കവര് തിളച്ച സൈത്തണ്ണ കൊണ്ടുവരും, ഒലീവെണ്ണ തിളപ്പിച്ചു കൊണ്ടുവരും. വെട്ടലോട് കൂടിയിട്ട് ഈ വെട്ടിയ ഭാഗമുണ്ടല്ലോ അതങ്ങ് മുക്കിക്കളിയും ഈ ഒലീവെണ്ണയിൽ, തിളച്ചെണ്ണയിൽ മുക്കും. അപ്പൊ ഇവിടെ അങ്ങോട്ട് പൊള്ളിയാൽ ഉരുകിയ ചോര പുറത്തു വരൂല. അതിനുവേണ്ടി രണ്ട് കൈയും തിളച്ചെണ്ണയിലേക്ക് പിടിച്ചങ്ങ് മുക്കിയപ്പോഴ്
സകല സകല ക്ഷമയും നഷ്ടപ്പെട്ടു പോയ മഹ്മൂദ് ഫന്ദി വാവിട്ട് നിലവിളിച്ചു പോയി. സർവേശ്വര നീയൻ മാലിക്കല്ലാ സഹനം തരേണമിൻ സുബ്ഹാനല്ലാ. സർവേശ്വര നീയൻ മാലിക്കല്ലാ സഹനം തരേണമൻ സുബ്ഹാനല്ലാ. സ്തുതി നിന്നിലെന്നും വിധി നിന്റെതെന്നും സ്തുതി നിന്നിലെന്നും വിധി നിന്റെതെന്നും സാധുവാം ഞാനിന്നറിയുന്നല്ലാ. സർവേശ്വര നീയൻ മാലിക്കല്ലാ സഹനം തരേണമിൻ സുബ്ഹാനല്ലാ. അതിനിടയിൽ ആ സഹോദരൻ ഒരു ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി SKSF-ന്റെ നമ്മുടെ സഹോദരന്മാർ സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. എല്ലാവരും പരമാവധി ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റുമായിട്ട് സഹായിക്കാൻ ഇൻഷാ അല്ലാഹ്. രണ്ട് കയ്യും പെട്ടിട്ട് എണ്ണയിലങ്ങോട്ട് മുക്കിയപ്പോഴും വേദന സഹിക്കാൻ കഴിയാണ്ട് അയാൾ കരഞ്ഞു പോയി. എന്നൊരാൾ പറയാണ് പടച്ചവനോട്, അധികാരം തന്നിട്ട് അധികാരം ഊരിയ റബ്ബേ, എനിക്ക് ഇസ്സത്ത് നൽകിയ പടച്ചോനെ, ഞാനിപ്പോൾ നിന്ദനാണ്, നീചനാണ്, കള്ളനാണ്, രണ്ട് കൈ മുറിക്കപ്പെട്ടവനാണ്. അയാളെ കൊണ്ട് ജയിലിന്റെ ഉള്ളിലിട്ടു. വൈദ്യന്മാര് വന്ന് പച്ചമരുന്നൊക്കെ വെച്ച് കെട്ടി. പൊള്ളിയെയും മുറിഞ്ഞയും വേദന, രണ്ട് വേദന സഹിക്കാൻ പറ്റുന്ന പൊള്ളിയ വേദന ഒരു മരുന്നൊന്നും ഇയാളുടെ വേദന ശമിപ്പിക്കാനായില്ല. അവസാനം അയാൾ വേദന മറക്കാൻ വേണ്ടി ഒരു ഒറ്റമൂലി ചികിത്സ നടത്തി. ഏത് വേദനക്കും ഏറ്റവും നല്ല മരുന്ന് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടാൻ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് പോക്കാണ് ഏറ്റവും നല്ലത്. അള്ളാഹുവിന്റെ സ്മരണയിൽ ഏറ്റവും നല്ലത് പടച്ചോന്റെ സ്മരണയിൽ അവന്റെ കലാമാണ് ഏറ്റവും നല്ലത് എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ. അങ്ങനെ അയാൾ ഹാഫിളായ മനുഷ്യനാണ്, ഖുർആൻ മുഴുവൻ മനപ്പാടാണ്. അയാൾ ജയിലിന്റെ അകത്ത് കയ്യിന്റെ വേദന മറക്കാൻ സകലവും മറന്ന് ഖുർആനിലേക്ക് അയാൾ വേദന മറക്കാൻ പൂങ്കാവാണ് ഫുർഖാനുല്ലദീമാണ് പരിശേറും പൂങ്കാവാണ്. പവിത്രത തിളങ്ങുന്ന താരാമരമാണ്. പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാം അതേറ്റവും നല്ലത്. അയാൾ എല്ലാം മറന്ന് ഖുർആൻ ഓതി. വേദന മാറാൻ ഏറ്റവും നല്ല പണി ഖുർആൻ. വിശുദ്ധ ഖുർആനിലേക്ക് മനസ്സ് കൊണ്ടുവന്നു. ലോകത്തെ ഭൗതികമായ ചുറ്റുപാടുകളെ മറന്നു. ഇലാഹിയ ചിന്തയിലേക്ക് കൽവേകീകരിച്ചപ്പോൾ കയ്യിന്റെ വേദന തൽക്കാലം അയാൾക്ക് ശമനം കിട്ടി. പിന്നെ അയാൾ ഖുർആൻ ഓതിക്കൊണ്ട് ജയിലിന്റെ ഉള്ളിൽ കൂടി. ഖുർആൻ തന്നെ പിന്നെ പണി വേറൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. നമ്മളോ മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ഇതപ്പം നമ്മളെ മെയിൻ പണി. പള്ളിയിൽ വരെ കുത്തിയിരുന്നിട്ട് തോണ്ടുന്ന ആൾക്കാണ്. ഓരെല്ലാം മരിച്ച് കബറിൻ്റെ അകത്ത് കടന്നിട്ട് കല്ല് തോണ്ടും. വാട്സപ്പ് കിട്ടുമോ നോക്ക്. അങ്ങനത്തെ ചില വൃത്തികെട്ട ടീമുണ്ട്. അപ്പോ മൂപ്പരിങ്ങനെ ഖുർആൻ ഓതി 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 ജയിലിനുള്ളിൽ കൂടി. ഇടക്കിടക്ക് വൈദ്യന്മാർ മരുന്നൊക്കെ വെച്ചോണ്ട് കൊടുക്കും. പിന്നെയും ഖുർആൻ തന്നെ. മരുന്നൊന്നും മൂപ്പർക്ക് പ്രശ്നമല്ല, ഖുർആൻ തന്നെ. അപ്പൊ ആ കൊട്ടാരത്തിലാണ് ആരുള്ളത്? ഇയാൾ പെണ്ണ് കാണാന്ന് പറഞ്ഞ സുഹറ ഉള്ളത്. ഇയാൾ പെണ്ണ് കണ്ടിട്ടില്ല, സുഹറ ഇയാളെ കണ്ടിട്ടില്ല. സുഹറാന്റെ ബാപ്പ ഒരു പണിയെടുത്തു. കല്യാണം കഴിക്കുന്ന ഭർത്താവ് ഹാഫിളായതുകൊണ്ട്, ഖുർആൻ മനപ്പാടമുള്ള മനുഷ്യനായതുകൊണ്ട് തന്റെ കുട്ടിയും ഖുർആൻ എന്ന് പഠിച്ചാൽ ഭർത്താവിനും ഭാര്യക്കും ഖുർആൻ ഉണ്ടെങ്കിൽ പിന്നെ ഒരു റാഹത്ത് ഉണ്ടാവുമല്ലോ. ഖുർആൻ ഹാഫിൽ നിങ്ങൾക്ക് ഹാഫിളായ അങ്ങനെ പറയുന്നത് ഞാൻ പിള്ളേർ ചോദിച്ചു നോക്കിയില്ല.